സർ ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ നമുക്ക് ആദ്യം യു എസ് മാർക്കറ്റിലോട്ട് തന്നെ ഒന്ന് പോവാം. യു എസ് മാർക്കറ്റ് ഇപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിച്ചത് കഴിഞ്ഞ ദിവസത്തെ ഒരു ക്ലോസിംഗിൽ ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ട്രേഡിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ഡൗ ജോൺസ് ഒക്കെ നോക്കുമ്പോൾ ഇടിവായിരുന്നു, അതുപോലെ S&P 500 നാസ്ഡാക്ക് ഒക്കെ തന്നെ 1% മുകളിലേക്കൊക്കെയുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു യു എസ് മാർക്കറ്റിൽ വെള്ളിയാഴ്ച ഉണ്ടായിരുന്നത്. യു എസ് മാർക്കറ്റിൽ ഇപ്പോൾ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, അമേരിക്കൻ വിപണിയിൽ നമുക്കൊരു മിക്സഡ് ബാഗ് ആയിരുന്നു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ കാണാൻ സാധിച്ചത്. നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നാസ്ഡാക്ക് ഇൻഡെക്സിലെ കാര്യമായിട്ടൊരു സെല്ലിംഗ് പ്രഷർ നടന്നില്ലായിരുന്നു. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും അതിൽ ഏറ്റവും കൺസേൺ ഉള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 42,400 പോയിന്റിന്റെ സപ്പോർട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് അതിന്റെ താഴെയായിരുന്നു ക്ലോസിംഗ് നമുക്ക് കാണാൻ സാധിച്ചത്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നിപ്പോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 41,200. 41,200 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ കഴിഞ്ഞ 1.5 മാസത്തിനിടെ നമുക്ക് മാർക്കറ്റ് നൽകിയിരിക്കുന്ന ആ ഒരു ബുള്ളിഷ് സെറ്റപ്പ് നെഗേറ്റഡ് ആയി പോകും. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണുന്ന രണ്ട് നല്ല ബുള്ളിഷ് സെറ്റപ്പ്. ഒത്തിരി ആഴ്ചകൾക്ക് ശേഷം ടെസ്ലയുടെ കേസിൽ നല്ലൊരു ലോ റിസ്ക് ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ആമസോണിന്റെ കേസിലും നല്ല ലോ റിസ്കിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 20,900 പോയിന്റും മേജർ റെസിസ്റ്റൻസ് ആയിട്ട് 22,100 പോയിന്റും. സാറിന് ഈ കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരാം. കമ്മോഡിറ്റി മാർക്കറ്റ് നമ്മളൊരു വീക്ക്ലി ട്രേഡിംഗ് ആദ്യം നോക്കുമ്പോൾ തന്നെ ബ്രെൻഡിലൊക്കെ വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ്. ബ്രെൻഡിലും WT ക്രൂഡിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞൊരു വീക്ക്ലി ട്രേഡ് നോക്കുമ്പോൾ 10% മുകളിലേക്ക് ഒരു ഉയർച്ച ബ്രെൻഡിലുണ്ടായിരുന്നു. WT ക്രൂഡും സമാനമായ രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ യുദ്ധസമാനമായ ഒരു സാഹചര്യം ആഗോള തലത്തിലുള്ളത് കൊണ്ട് തന്നെ ക്രൂഡിൽ ഇനിയും ഒരു മുന്നേറ്റമാണോ താങ്കൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? എന്താണ് താങ്കളുടെ ഒരു അഭിപ്രായം? ഇന്നിപ്പോൾ നോക്കുമ്പോഴും ഒരു നേട്ടത്തിലാണ് ക്രൂഡും WT ക്രൂഡും ട്രേഡിംഗ് തുടരുന്നത്. ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് തന്നെ സൂചിപ്പിച്ചിരുന്നു ദാറ്റ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയെന്ന്. അതുപോലെ തന്നെ നമ്മൾ മേജർ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരുന്നത് $68 ആയിരുന്നു. ആ ഒരു റെസിസ്റ്റൻസ് കഴിഞ്ഞ ആഴ്ച മറികടക്കാൻ സാധിച്ചിരുന്നു. ആൻഡ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നു വരുന്നത് ആ ഒരു മേജർ റെസിസ്റ്റൻസിന് മുകളിൽ തന്നെ. ബട്ട് ഇനി ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ക്രൂഡ് ഓയിലിന്റെ കേസിൽ കാണാൻ സാധിക്കുന്നത് $74.50. ആ ഒരു റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ഒരു മുന്നേറ്റം നമുക്ക് ക്രൂഡിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് ഇപ്പൊ കാണാൻ സാധിക്കുന്ന $66. 66ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്ക് വീണ്ടും വീക്ക്നെസ് കാണാൻ സാധിക്കും. സാർ ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്ന് ഒരു ഫ്ലാറ്റ് നേട്ടമാണ് ട്രേഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത്. ഗോൾഡിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ വീക്കിൽ 3.75% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയുടെ തൊട്ടടുത്തായിട്ടുള്ളൊരു നിലയിലേക്ക് ട്രേഡിംഗ് എത്താൻ ഇപ്പോൾ ഗോൾഡിനെ സാധിച്ചിട്ടുമുണ്ട്. ഗോൾഡിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? സ്വർണത്തിന്റെ കേസിൽ അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തുടരുന്നു. ഒരു വീക്ക്നെസ് അറ്റ് മൊമെന്റ് കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഇന്ന് പുതിയ ലോവർ റിസ്ക് ബൈങ് അവസരങ്ങൾ സ്വർണത്തിൽ കാണാൻ സാധിക്കുന്നില്ല. നാച്ചുറലി എന്റെ ഒരു എക്സ്പെക്ടേഷൻ പുതിയൊരു ഓൾ ടൈം ഹൈ നമുക്ക് താമസിക്കാതെ സ്വർണത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് വിശ്വസിക്കുന്നത്. സാറിന് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഏതായാലും ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇടിവായിരുന്നു വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. ഏകദേശം 0.68% ഒരു ഇടിവിൽ 24,718 എന്നൊരു നിലയിലാണ് വെള്ളിയാഴ്ച നിഫ്റ്റി 50 ഒരു ക്ലോസിംഗ് ഉണ്ടായതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ഇൻട്രാഡേ ലോ നോക്കുമ്പോൾ 24,473 എന്നൊരു നിലയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. നിഫ്റ്റി 50യിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? വിഷ്ണു, നമുക്ക് നിഫ്റ്റി 50യുടെ കേസിൽ വെള്ളിയാഴ്ച കാണാൻ സാധിച്ച ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. ബട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മാർക്കറ്റ് ക്ലോസിംഗ് സമയത്ത് ആകുമ്പോഴേക്കും നമുക്ക് മോസ്റ്റ് ഓഫ് ദാറ്റ് ലോസസ്, അതായത് നമ്മൾ ആ തുടക്കത്തിൽ കണ്ട ഒത്തിരി നഷ്ടം മാർക്കറ്റിന് നികത്താൻ സാധിച്ചിരുന്നു. നിഫ്റ്റി 50യുടെ കേസിൽ 24,400 പോയിന്റിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് അത് തന്നെ ആയിരിക്കണം. 24,400 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ മാർക്കറ്റിന് ആ ലെവലിൽ നിന്നും വീണ്ടും ഒരു നല്ല റിക്കവറി നൽകാൻ സാധിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അതിനുശേഷമുള്ള മേജർ സപ്പോർട്ട് 24,000 പോയിന്റിൽ കാണാൻ സാധിക്കുന്നത്.
സാർ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോഴും നമുക്ക് കാണുന്നത് ഏകദേശം 0.9% ഒരു ഇടിവാണ് കാണാൻ സാധിച്ചത്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും തുടക്കം തന്നെ മാർക്കറ്റ് ഒരു അപ്സൈഡ് മൂവ് എടുക്കുന്നതായിട്ടാണ് അന്ന് വെള്ളിയാഴ്ച നമ്മൾ കണ്ടത്. അതിനുശേഷം ഒരു സൈഡ് വൈസ് രീതിയിലൊക്കെ ആയിരുന്നു മാർക്കറ്റ് മൂവ് ചെയ്തത്. എന്നിരുന്നാൽ തന്നെ 55,527 എന്നൊരു നിലയിലാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ക്ലോസിംഗ് ഉണ്ടായത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? ഈ ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് അണ്ടർടോൺ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി 50 പോലെ തന്നെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലും നമുക്കൊരു ബെയറിഷ് ഓപ്പണിംഗ്, ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ചത്. ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും നമുക്കൊരു നല്ല റിക്കവറി ക്ലോസിംഗ് ടൈമിൽ കാണാൻ സാധിച്ചു. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 54,700 പോയിന്റ്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 56,100 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു നല്ല മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കും. സാർ ഇനി സ്റ്റോക്ക് ഇൻ ഫോക്കസിലോട്ട് വരാം. ആദ്യം നമ്മുടെ ഒരു വാച്ച് ലിസ്റ്റിലുള്ള സ്റ്റോക്ക് എന്ന് പറയുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 1.57% ഒരു നേട്ടത്തിൽ 2,161 എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് എടുത്തത്. വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു 9% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് ഉള്ളൊരു ട്രേഡിംഗ് ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ സ്റ്റോക്ക് കാഴ്ചവെച്ചത്. ഇതൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണോ, ഇനിയൊരു മുന്നോട്ടൊരു കുതിപ്പ് സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമോ? വിഷ്ണു, കഴിഞ്ഞ 6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് ആണ് ഇന്ന് കാണാൻ സാധിച്ചത്. കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 2,000 രൂപയായിരിക്കും. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് 2,210 ആയിരിക്കും. 2,210ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 2,300-ഉം 2,400-ലും ആയിരിക്കും. സാർ ഇനി നമുക്ക് അറിയേണ്ടത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കലാണ്. 1.45% നേട്ടത്തിൽ 5,026 എന്നൊരു നിലയിലാണ് സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണുന്നത്. ഇപ്പോൾ നമുക്കൊരു ഫെബ്രുവരി വെട്ട് നോക്കുമ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 60% റിട്ടേൺ രേഖപ്പെടുത്തുന്ന നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നതായിട്ട് കാണുന്നത്. മാത്രമല്ല ഒരു ഓൾ ടൈം ഹൈയിൽ നിന്നൊരു ദൂരം നോക്കുമ്പോൾ നമുക്ക് ഏകദേശം 10% ഒരു അടിയിൽ മാത്രമായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. ഒരു ഓൾ ടൈം ഹൈ ബ്രേക്കിനുള്ള ഒരു സാധ്യത താങ്കൾ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സിന്റെ കേസിൽ ദ സ്റ്റോക്സ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു 4 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു കൺസോൾട്ടേഷൻ നടന്നു വരുന്നത്. സോ മൈ എക്സ്പെക്ടേഷൻ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മൈ എക്സ്പെക്ടേഷൻ ഈ കൺസോൾട്ടേഷൻ ഫേസിൽ നിന്നും നമുക്കൊരു ബ്രേക്ക് ഔട്ട് ലഭ്യമാകും. 5,200 രൂപയായിരിക്കും ഏറ്റവും മേജർ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ 5,100 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഇതിന്റെ ആദ്യത്തെ സപ്പോർട്ട് ലെവൽ 4,850 രൂപയിലും ആയിരിക്കും. സാറിനെ അറിയേണ്ടത് BDLനെ പറ്റിയാണ്. ഏതായാലും സ്റ്റോക്ക് 1.5% ഒരു നേട്ടമാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 1,900 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഏതായാലും സ്റ്റോക്കിനെ പറ്റി നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു മാർച്ച് തുടങ്ങി വലിയ രീതിയിലുള്ള ഒരു കുതിപ്പാണ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80% മുകളിലേക്ക് ഒരു നേട്ടം സ്റ്റോക്ക് രേഖപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ മാസം 31% ഒരു നേട്ടം രേഖപ്പെടുത്തുകയും മാത്രമല്ല ഒത്തിരി ഒരു വോളിയം ട്രേഡിംഗ് ഈ ഒരു സ്റ്റോക്കിൽ നടന്നതായിട്ടും കാണുന്നുണ്ട്. BDLൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഇനി എന്താണ്? BDLന്റെ കേസിലും അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. മെയ് 30 ഈ സ്റ്റോക്കിൽ നമുക്കൊരു ഓൾ ടൈം ഹൈ കാണാൻ സാധിച്ച 2,096 രൂപയിൽ. അതിനുശേഷം വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ സ്റ്റോക്ക് തീർച്ചയായിട്ടും നമ്മുടെ റഡാറിൽ ഉണ്ടാവണം. ഈ സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 1,950 രൂപയിലാണ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2,040-ഉം അതിനുശേഷം അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 2,096-ലും ആയിരിക്കും. ഇനി നമുക്ക് അറിയേണ്ടത് ജിയോ ഫിനാൻസിനെ പറ്റിയാണ്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചത് ഏപ്രിൽ 2024 അതിനുശേഷം തുടർച്ചയായ ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് മാർച്ചിൽ ഒരു ബോട്ടം കണ്ട പോലെ കാണിച്ചിട്ട് അതിനുശേഷം പിന്നീട് ഇപ്പോൾ ഒരു തുടർച്ചയായുള്ള മാസങ്ങളിൽ നേട്ടം രേഖപ്പെടുത്തിയാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും മാർച്ചിന് ശേഷം സ്റ്റോക്കിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു 30% മുകളിലേക്കൊക്കെയുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു നേരിയ ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 0.5% ഇടിവിലാണ് ക്ലോസ് ചെയ്തത്. 294 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ജിയോ ഫൈനാൻസിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻ? ജിയോ ഫിന്റെ കേസിലും ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്.
ആൻഡ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചക്കിടെ നമുക്ക് ഒത്തിരി നല്ല പോസിറ്റീവ് ന്യൂസും ഈ കമ്പനിയെ കുറിച്ച് നമുക്ക് ലഭ്യമായിട്ടുണ്ട്. കമ്പനിക്ക് ബ്ലാക്ക് റോക്കിനോടൊപ്പം ഉള്ളൊരു അഗ്രിമെന്റിനെ തുടർന്ന് സെബിയിൽ നിന്നും ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ ലൈസൻസ് ഉണ്ട്. സോ മൂവിങ് ഫോർവേഡ് ഐ എക്സ്പെക്ട് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ് ഇൻ ദ സ്റ്റോക്ക്. ആൻഡ് നമ്മൾ ഈ സ്റ്റോക്കിൽ നമുക്കൊരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ആഴ്ച നമ്മൾ 298 റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 320 340 ആയിരിക്കും. ഇതിന്റെ മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്നു 275 രൂപ. എനിക്ക് തോന്നുന്നില്ല 275 സപ്പോർട്ട് ഇമ്മീഡിയറ്റ്ലി ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇനി നമുക്ക് അറിയേണ്ട ഒരു ഓഹരി പെർസിസ്റ്റൻറ്റ് സിസ്റ്റമാണ്. ഏകദേശം 0.67% ഒരു ഇടിവാണ് ലാസ്റ്റ് ട്രേഡിങ്ങിലേക്ക് കാണാൻ സാധിച്ചത്. 5882 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഓൾ ടൈം ഹൈയിൽ നിന്നൊരു 10% ഒരു ഇടിവ് മാത്രമാണ് സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഏപ്രിൽ 7 തുടങ്ങിയുള്ള ഒരു വീക്ക് തൊട്ട് കണ്ടിന്യൂസ് ആയിട്ട് പല വീക്കുകളിലും നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ പെർസിസ്റ്റൻറ്റ് സിസ്റ്റത്തിന് സാധിക്കുന്നുണ്ട്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, പെർസിസ്റ്റന്റ് സിസ്റ്റം മറ്റ് IT സ്റ്റോക്സിനോടൊപ്പം തന്നെ കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് നമുക്ക് അണ്ടർ പെർഫോമൻസ് ആണ് നൽകിക്കൊണ്ടിരുന്നത്. ബട്ട് നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡ് നോക്കുമ്പോഴേക്കും നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് എൻറ്റയർ IT സെക്ടറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബട്ട് സെക്ടർ ഭീമന്മാരായിട്ടുള്ള ഇൻഫോസിസ്, വിപ്രോ, TCS ഇതിലൊന്നും ലോങ് ടേം ട്രെൻഡ് റിവേഴ്സ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ പെർസിസ്റ്റന്റ്, കൊഫോജ് മുതലായ സ്റ്റോക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കുന്നത്. പെർസിസ്റ്റന്റ് കേസിൽ നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കുന്ന മേജർ റെസിസ്റ്റൻസ് 6000 രൂപ. 6000 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 8 മുതൽ 10% നേട്ടം ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് കാണാൻ സാധിക്കും. സാർ, ഇപ്പോൾ പെർസിസ്റ്റൻ്റ് കൂടെ മെൻഷൻ ചെയ്തൊരു സ്റ്റോക്കാണ് കോഫോർജ് സമാനമായൊരു രീതിയിലുള്ള ട്രേഡിംഗ് ആണ് തുടരുന്നതെന്ന് താങ്കൾ ഇപ്പോൾ ഓൾറെഡി മെൻഷൻ ചെയ്ത് കഴിഞ്ഞു. കോഫോർജിലെ ഒരു ടെക്നിക്കൽ ലെവലുകൾ, അതായത് വാച്ച് ചെയ്തേണ്ടിരിക്കേണ്ട ഒരു ലെവലുകൾ കൂടി ഒന്ന് പറയാമോ സാർ? കൊഫോജിന്റെ കേസിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 1840, അതിനുശേഷം 1880. ഈ 2 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 2000-ലും 2100-ലും ആയിരിക്കും. ഇനി നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് പ്രീമിയർ ആണ്. പ്രീമിയർ എനർജീസ് 1.2% ഒരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. 1011 എന്നൊരു നിലയിലാണ് ലാസ്റ്റ് ട്രേഡർ പ്രൈസ് കാണുന്നത്. കഴിഞ്ഞ ഒരു 3 മാസങ്ങളിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് എടുക്കാൻ സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. പ്രീമിയർ എനർജീസിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, പ്രീമിയർ എനർജി ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്ക് നമ്മൾ നോക്കുമ്പോഴേക്കും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിന് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സപ്പോർട്ട് ബേസ് 920 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇമ്മീഡിയറ്റ്ലി ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1080. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 1160-ലായിരിക്കും. 1160 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് അവിടെ നിന്ന് നമുക്കൊരു 80 രൂപയുടെ കുതിപ്പും കൂടെ പ്രതീക്ഷിക്കാം. സാറിനെ അറിയേണ്ടത് സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയാണ്. 0.48% ഒരു ഇടിവായിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 129 ലാസ്റ്റ് ട്രേഡർ പ്രൈസായിട്ട് കാണുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു വീക്കിൽ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് എടുത്തെങ്കിൽ പോലും അതിന് മുമ്പുള്ള തുടർച്ചയായ ഒരു 4 വീക്കുകളിൽ പോസിറ്റീവായൊരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ട്രേഡിംഗ് കാഴ്ചവെച്ചത്. സ്റ്റീൽ അതോറിറ്റി ഇന്ത്യയിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കേസിലും നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാണാനിടയായി. ആൻഡ് അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. കഴിഞ്ഞ 5 ട്രേഡിംഗ് സെഷൻസിനിടെ ഈ സ്റ്റോക്കിലും പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് നമുക്ക് വീണ്ടും ഈ സ്റ്റോക്ക് ഒരു ലോ റിസ്ക് ബൈയിങ് അവസരം ഇപ്പൊ ലഭ്യമായിട്ടുണ്ട്. സോ ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവല് 123 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമുക്കൊരു ഷോർട്ട് ടേം ട്രേഡിംഗിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 131 സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത്. 131 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 135-ലും 142-ലും ആയിരിക്കും.
ഇനി നമുക്ക് അറിയേണ്ടത് കർണാടക ബാങ്കിനെ പറ്റിയാണ്. 0.86% ഒരു ഇടിവാണ് വെള്ളിയാഴ്ച സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 205 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 4 മാസങ്ങളിലായി ഒരു നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത്. കർണാടക ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കർണാടക ബാങ്കിന്റെ കേസിൽ നമ്മൾ നിഫ്റ്റി ബാങ്കിനോടൊപ്പം കമ്പയർ ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് കാണാൻ സാധിക്കുന്നത്. ബട്ട് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കിടെ ഈ സ്റ്റോക്ക് കൺസോൾട്ടേഷൻ ഫേസിൽ നിന്ന് ഒരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ആയിട്ടുണ്ട്. നമ്മൾ ഈ ആഴ്ച തീർച്ചയായിട്ടും ഈ സ്റ്റോക്ക് നമ്മുടെ റഡാറിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. വളരെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. ഇതിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് 208 കാണാൻ സാധിക്കുന്നത്. 208 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 212, അതിനുശേഷം 222, 230. സാറിനെ അറിയേണ്ടത് ബി എല്ലിനെ പറ്റിയാണ്. ബി എല്ലിൽ നമ്മൾ നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു മാർച്ച് തുടങ്ങി നോക്കുമ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60% നേട്ടം രേഖപ്പെടുത്തി കഴിഞ്ഞു. വെള്ളിയാഴ്ച 1.76% നേട്ടത്തിൽ 394 എന്നുള്ളൊരു നിലയിലാണ് ക്ലോസിംഗ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല ഒരു പുതിയൊരു ഓൾ ടൈം ഹൈ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോക്ക് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബി എല്ലിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ് ഇനി? വിഷ്ണു, ബി എല്ലിന്റെ കേസിൽ നമുക്ക് വെള്ളിയാഴ്ച ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിച്ചു. ഈ സ്റ്റോക്ക് വെള്ളിയാഴ്ച ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു നൽകിയത്. ബട്ട് ക്ലോസിംഗ് ടൈം ആയപ്പോഴേക്കും ആ ഗ്യാപ്പ് മുഴുവൻ ഫില്ല് ചെയ്യാൻ സാധിച്ചു. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് ഇന്നത്തെ ട്രേഡിൽ ലോ റിസ്കിൽ ഒരു ബൈങ് ഹൗസിന് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ബട്ട് ഈ സ്റ്റോക്കിന് ഈ ആഴ്ച 402 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിൽ നമുക്കൊരു 8 മുതൽ 12% നേട്ടം പ്രതീക്ഷിക്കാം. സാറിനെ അറിയേണ്ടത് ഗെയിലിനെ പറ്റിയാണ്. 0.4% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് വെള്ളിയാഴ്ച കാഴ്ചവെച്ചത്. 191 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. ഓൾ ടൈം ഹൈയിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു 18% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. കഴിഞ്ഞ ജൂലൈയിലായിരുന്നു ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തത്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ഗെയിലിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 194. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 202, 214. സോ ആൻഡ് നമ്മൾ അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 185 ആയിരിക്കും. 185 സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയി മാറും. ഇനി നമുക്ക് അറിയേണ്ടത് ഹഡ്കോയെ പറ്റിയാണ്. 0.92% ഒരു ഇടിവിൽ 228 എന്നൊരു നിലയിലാണ് സ്റ്റോക്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഒരു ഏകദേശം 40% മുകളിലേക്ക് ഒരു റിട്ടേൺ കഴിഞ്ഞ 3 മാസങ്ങളിലായി സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹഡ്കോയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ് ഇനി? ഹഡ്കോയുടെ കേസിൽ നമുക്ക് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നു. ഇതിന്റെ മെയിൻ റീസൺ കഴിഞ്ഞ 4-5 ട്രേഡിംഗ് സെഷൻസിൽ വളരെ ഹെൽത്തി ആയിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 218. 218 സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈയിങ് അവസരം ലഭിക്കും. നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 231 രൂപ. 231 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 242, അതിനുശേഷം 262 ആയിരിക്കും. 262 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. സാറിനെ അറിയേണ്ടത് കേരള ബേസ്ഡ് കമ്പനിയായിട്ടുള്ള ഒരു കിറ്റക്സിനെ പറ്റിയാണ്. 3.3% ഒരു ഇടിവാണ് വെള്ളിയാഴ്ച സ്റ്റോക്ക് രേഖപ്പെടുത്തിയത്. 264 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് കാണുന്നത്. മാർച്ച് മുതൽ സ്റ്റോക്കിൻ്റെ ഒരു റിട്ടേൺ നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഓൾമോസ്റ്റ് വരെ ഏകദേശം 115% ഒരു റിട്ടേൺ ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു മാസം നോക്കുമ്പോൾ നേരിയ തോതിലൊരു ഇടിവ് സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കാണുന്നത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ്. കാരണം കഴിഞ്ഞ മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തിരുന്നു. കിറ്റക്സിൽ ഇനി താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? കിറ്റക്സിന്റെ കേസിൽ നമുക്ക് മെയ് 23 ശേഷം ഒത്തിരി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ 258 റെസിസ്റ്റന്റ് സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് വൈൻഡ് അപ്പ് ചെയ്യണം. ബട്ട് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 285 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം.
സാറിന് നമുക്ക് അറിയേണ്ടത് റെയിൽവേ സെക്ടറിൽ നിന്നുള്ള റെയിൽടെലിനെ പറ്റിയാണ്. സ്റ്റോക്ക് 2.9% ഇടിവാണ് വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 425 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഒരു മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിലൊക്കെ ഒരു നേട്ടം 30%ൻ്റെയൊക്കെ ഒരു നേട്ടം രേഖപ്പെടുത്തിയാണ് സ്റ്റോക്ക് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാസം ഒരു 6% നേരിയ റിട്ടേൺ സ്റ്റോക്കിൽ കാണുന്നുണ്ട്. റെയിൽടെലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? റെയിൽടെലിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഇതിന്റെ പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിച്ചു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ അവോയ്ഡ് ചെയ്യുക. മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത് 390 രൂപയായിരിക്കും. സാറിന് നമുക്ക് അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് IDFC ഫസ്റ്റ് ബാങ്കാണ്. 0.5% ഒരു ഇടിവായിരുന്നു വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത്. 70 എന്നുള്ള ഒരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് കാണുന്നത്. കഴിഞ്ഞ 3 മാസങ്ങളിൽ സ്റ്റോക്ക് നേട്ടത്തിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 30%ലേക്ക് അടുത്തൊരു റിട്ടേൺ കഴിഞ്ഞ 3 മാസം സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. IDFC ബാങ്കിൽ ഇനിയും മുന്നോട്ടൊരു ചാൻസ് ഉണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? IDFC ഫസ്റ്റ് ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയും ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ഈ ആഴ്ച മിക്കവാറും ലഭ്യമാകും. നമ്മൾ 71 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 74, 77 ആയിരിക്കും പിന്നീടുള്ള റെസിസ്റ്റൻസ് ലെവൽസ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 65 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സാറിനെ അറിയേണ്ടത് റൈറ്റ്സിനെ പറ്റിയാണ്. 0.14% ഒരു നേട്ടമാണ് സ്റ്റോക്ക് ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ കാഴ്ചവെച്ചത്. 289 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു നേരിയ തോതിലുള്ള ഒരു കൺസോൾട്ടേഷൻ ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞൊരു മാസമൊക്കെ സ്റ്റോക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിട്ടേണുമാണ് നൽകിയിരിക്കുന്നത്. റൈറ്റ്സിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? റൈറ്റ്സിന്റെ കേസിൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ നല്ല ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 270 ആയിരിക്കും. എനിക്ക് തോന്നുന്നില്ല ആ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. ആ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ലോ റിസ്ക് ബൈയിങ് അവസരം ലഭ്യമാകും. ഈ സ്റ്റോക്കിന്റെ ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്ന 296 രൂപയിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 317 317ന്റെ റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം ഷോർട്ട് ടേമിൽ പ്രതീക്ഷിക്കാം. സാറിനെ അറിയേണ്ടത് നെറ്റ്വർക്ക് ടെക്നോളജീസ് ആണ്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരു നവംബറിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അങ്ങോട്ട് വലിയ രീതിയിൽ ഒരു ഇടിവ് രേഖപ്പെടുത്തി വന്ന സ്റ്റോക്ക് ഈ കഴിഞ്ഞൊരു മാസം മെയ്യിൽ ഒരു നേട്ടം 40% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്ന ഒരു നിലയിലാണ് ട്രേഡിംഗ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. 1.38% ഇടിവിൽ 1781 ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. ഈ ഒരു സ്റ്റോക്കിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? വിഷ്ണു, നെറ്റ്വർക്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നല്ലൊരു ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ട്. ഈ സ്റ്റോക്കിന്റെ ഒരേ ഒരു പ്രോബ്ലം കാണുന്നത് ലോങ് ടേം ട്രെൻഡ് ഇസ് സ്റ്റിൽ ബെയറിഷ്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 1640 സപ്പോർട്ട് നിലനിർത്താൻ സാധിക്കുന്നുണ്ടോ എന്ന. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1810. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 1950, അതിനുശേഷം 2040 ആയിരിക്കും റെസിസ്റ്റൻസ് ലെവൽ. 2040ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡും ബുള്ളിഷായി മാറും. സാർ നമുക്കിനി അടുത്തതായിട്ട് അറിയേണ്ട ഒരു സ്റ്റോക്ക് ഫെഡറൽ ബാങ്കാണ്. 0.5% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നത്. 205 സ്റ്റോക്കിൻ്റെ ഒരു ലാസ്റ്റ് ട്രേഡർ പ്രൈസ്. മന്ത്ലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാർച്ച് തുടങ്ങി നേരിയ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ ഒരു മാസവും ഈ ഒരു സ്റ്റോക്ക് ഇപ്പോൾ ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ഫെഡറൽ ബാങ്കിന്റെ ഡേറ്റ പെട്ടെന്ന് ലഭ്യമാകുന്നില്ല. അത് നമുക്ക് തിരിച്ചു വരാം ആ സ്റ്റോക്കിലോട്ട്. ഓക്കെ സാർ, എങ്കിൽ നമുക്ക് അടുത്തായിട്ട് അറിയേണ്ടത് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ടേക്കാണ് അറിയേണ്ടത്. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, ക്ഷമിക്കണം, എനിക്കും ആ ഒരു ഡാറ്റ ഇപ്പോൾ ലഭ്യമല്ല. താങ്കൾക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ഡാറ്റ ലഭ്യമാണെങ്കിൽ ഒന്ന് പറയാമോ? താങ്കൾ വാച്ച് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ. തീർച്ചയായിട്ടും. സോ ഇപ്പൊ ഫെഡറൽ ബാങ്കിന്റെ ഡേറ്റ ലഭ്യമായിട്ടുണ്ട്. സോ ഫെഡറൽ ബാങ്കിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 202 രൂപയായിരിക്കും.
ഈ സ്റ്റോക്കിൽ ഷോർട്ട് ടേമിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 208 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കാൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. 208ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 215 ആയിരിക്കും. 215ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേമിൽ നമുക്ക് നല്ലൊരു മുന്നേറ്റം പ്രതീക്ഷിക്കാൻ സാധിക്കും. ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തുടരുന്നു. വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗിൽ ഈ ഒരു സ്റ്റോക്കിലും നമുക്കൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കാണാൻ സാധിച്ച. മാർക്കറ്റിലുള്ള മറ്റ് സ്റ്റോക്സിനോടൊപ്പം തന്നെ നമുക്ക് ആ ഒരു ക്ലോസിംഗ് ടൈമിൽ തിരിച്ചൊരു റിക്കവറി കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂ ടു ബി ബുള്ളിഷ്. ഈ ആഴ്ചത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 123 രൂപ. 123ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീട് മേജർ റെസിസ്റ്റൻസ് 129 ആയിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് കൂടെ ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ സ്റ്റോക്കിൽ വലിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 114 ആയിരിക്കും. താങ്ക് യു സാർ, ഇത്രയും അപ്ഡേറ്റ്സും അനാലിസും നമ്മുടെ മൈഫിൻ ടിവിയുടെ പ്രേക്ഷകർക്ക് വേണ്ടി പങ്കുവച്ചതിന്. ഏതായാലും മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള ഒത്തിരി എക്സ്പേർട്ട് ഒപ്പീനിയൻസും മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സും കാണാൻ വേണ്ടി മൈഫിൻ ടി വി ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ആൻഡ്രോയിഡ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്.